പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഓറഞ്ചിൻ്റെ ബഡ്ഡിങ് തൈകൾ ഇപ്പോൾ എല്ലാ നഴ്സറികളും അവൈലബിൾ ആണ്. അതായത് ഇത് കാച്ച് നമുക്ക് കൊഴിഞ്ഞതാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട ഒരു എഫക്റ്റീവായ ഒരു കീടനാശിനിയും ഒരു വളവുമാണ് പറയുന്നത്. ഇത് നല്ല കീടനാശിനി കൊടുത്താൽ, ജൈവ കീടനാശിനി കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഇലകളിൽ കുരുടിപ്പൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ വീഡിയോയിൽ അറിയാം, നല്ലതുപോലെ കവറിൽ നമ്മുടെ കടയിൽ കാച്ച് നിൽക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ നഴ്സറികളും ഉണ്ട്, ഓറഞ്ചിൻ്റെ നല്ല ബഡ്ഡിങ് തൈകളുണ്ട്. ബഡ്ഡിങ് തൈകൾ തന്നെ നോക്കി മേടിക്കുക. അപ്പോൾ നമ്മളിതിന് വളമായിട്ട് നമ്മൾ കൊടുത്തത് ഓറഞ്ചൊക്കെ പോലുള്ള അങ്ങനെയുള്ള ഫ്രൂട്ട്സ് തൈകൾക്ക് നമുക്ക് വളമായി കൊടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ കടലപ്പിണ്ണാക്കും, വേപ്പിൻ പിണ്ണാക്കും, എല്ലുപൊടിയും കൃത്യമായ അളവിലെടുത്ത്, ഒരേ അളവിലെടുത്ത്, അനുപാതത്തിലെടുത്ത് പൊളിപ്പിച്ച് ഡയലൂട്ട് ചെയ്ത്, വെള്ളം ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പൊടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇതൊക്കെ എളുപ്പം കായ്ഫലം കിട്ടുന്നതാണ്. ഇതിലൊക്കെ നമ്മൾ 1 സ്പൂൺ എല്ലുപൊടി ഇട്ട് കൊടുക്കുക, 10 ദിവസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കും. കൂടാതെ തന്നെ എഫക്റ്റീവായ കീടനാശിനി എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ തോട്, ഉണക്കത്തോട് നമ്മൾ പൊടിച്ചിട്ട് പാത്രത്തിൽ പൊടിച്ചിട്ട് 1-2 പീസ് നാരങ്ങയിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. പിറ്റേന്ന് നമ്മൾ അതൊന്ന് അരിച്ചെടുക്കും. കൂടിപ്പോയൊരു 10-20 ഗ്രാമേ കിട്ടത്തുള്ളൂ. അതൊരു 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അപ്പോൾ 10 ഗ്രാമാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഇലകളിൽ നിറച്ച് ഓറഞ്ചിൻ്റെ ഇലകളിൽ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്, നല്ല ഗുണമാണ്. കാരണം ഹൈ പവറിലോട്ട് മാറും ആ കീടനാശിനി, മുട്ടയുടെ തോടും നാരങ്ങയും ചേർത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.